പഴയ നിയമത്തിൽ നിന്നുള്ള പ്രോത്സാഹന വിജയികളെ മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിൻ്റെ വിജയികളെ 66 പുസ്തകങ്ങൾ പൂർത്തിയായതിനു ശേഷം മാർക്ക് അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം. സിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബൈബിൾ ക്വിസ് അനുഗ്രഹമായി നടന്നു. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് ദൈവം കൃപ തന്നു. നിങ്ങളെല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടി തന്നെ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും നമ്മൾ 10 പേരെയായിരുന്നു വിജയികളായിട്ട് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിജയികളൊക്കെ മാറി മാറി വന്നു. അത് എല്ലാവർക്കും പങ്കെടുക്കുവാൻ ഒരു ഉത്സാഹമായിരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ പഴയ നിയമം കഴിയുമ്പോൾ വിജയികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആദ്യം നമ്മൾ പറഞ്ഞത് 66 പുസ്തകങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കുന്ന ബൈബിൾ ക്വിസാണ്. 66 പുസ്തകങ്ങൾ കഴിയുമ്പോഴേ നമ്മൾ വിജയികളെ തിരഞ്ഞെടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ നിങ്ങളുടെ ഉത്സാഹത്തെ മാനിച്ചുകൊണ്ട് പഴയ നിയമം പൂർത്തീകരിച്ചപ്പോൾ നമ്മൾ അതിൽ നിന്ന് വിജയികളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾക്ക് ഈ ബൈബിൾ ക്വിസ് എത്രത്തോളം അനുഗ്രഹമായി എന്നൊന്ന് അറിയുവാനായിട്ട് ആഗ്രഹമുണ്ട്. അതായത് ഓരോ പുസ്തകവും വായിക്കുവാൻ, വചനം പഠിക്കുവാൻ നിങ്ങൾക്ക് എത്രത്തോളം ഈ ബൈബിൾ ക്വിസ് പ്രയോജനകരമായി എന്നൊന്ന് അറിയുവാനായിട്ട് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുവാനായിട്ട് എല്ലാവരെയും ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ പുതിയ ബൈബിൾ ക്വിസ്, പുതിയ നിയമത്തിൽ നിന്നുള്ള ബൈബിൾ ക്വിസ് ദൈവം അനുവദിച്ചാൽ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഇതുപോലെ തന്നെ 2 ദിവസം, ആഴ്ചയിൽ 2 ദിവസമായിരിക്കും നമ്മുടെ ബൈബിൾ ക്വിസ് നടത്തുന്നത്. ഓരോ പുസ്തകത്തിൽ നിന്നും 10 അധ്യായമാണ്. അതായത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് 10 അധ്യായവും അടുത്തത് 11 തൊട്ട് 20 വരെയുള്ള അധ്യായങ്ങൾ, അങ്ങനെ ഓരോ ദിവസവും 10 അധ്യായം വെച്ചായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ പകുതിയൊക്കെ ആയിരുന്നു ചോദിച്ചത്. അപ്പോൾ പലപ്പോഴും പല പ്രിയപ്പെട്ടവരും വന്ന് അത് അത്രത്തോളം വായിക്കുവാനായിട്ട്, പഠിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നൊരു അഭിപ്രായം പറയുകയുണ്ടായി. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ നിന്ന് 10 അധ്യായങ്ങളെ ആസ്പദമാക്കി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാനും ദൈവവചനം വായിക്കുവാനുമുള്ള അവസരം കൂടുതൽ ലഭിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്രകാരം നമ്മൾ 10 അധ്യായങ്ങളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ പഴയ നിയമത്തിൽ നിന്നുള്ള വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഏകദേശം 50-ൽ പരം ബൈബിൾ ക്വിസുകൾ നമ്മൾ നടത്തുകയുണ്ടായി. ഈ 50-ൽ പരം ബൈബിൾ ക്വിസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി വിജയിയായിരിക്കുന്നത് സിസ്റ്റർ ഷീബ ജസ്റ്റിനാണ്. സിസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ ആദ്യം മുതൽ പങ്കെടുത്തു ബൈബിൾ ക്വിസിൽ. പല പ്രാവശ്യവും വിജയിയാവുവാനായിട്ട് ദൈവം സഹായിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ 39 പുസ്തകങ്ങളെ ആസ്പദമാക്കി സിസ്റ്റർ തന്നെ വിജയിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. എല്ലാ ഉത്സാഹത്തിനും ദൈവം പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ബൈബിൾ ക്വിസിൽ 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് സിസ്റ്റർ ബീന ബോസ് ആണ്. സിസ്റ്ററേയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ പങ്കെടുത്തപ്പോഴൊക്കെയും പലപ്പോഴും ഒരു ചോദ്യങ്ങളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. എങ്കിലും 2ാം സ്ഥാനത്തെത്തുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും ദൈവവചനം പഠിക്കുവാൻ ദൈവം താല്പര്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 3ാമതായി വിജയിയായിരിക്കുന്നത് സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി. പ്രിയ സിസ്റ്ററേയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം പിന്നെയും ഉത്സാഹത്തോടു കൂടി പഠിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 4ാമത്തെ വിജയി സിസ്റ്റർ ഗീത വർഗീസ്. പ്രിയ സിസ്റ്ററേയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ദൈവവചനം പഠിക്കുവാനായിട്ട് പിന്നെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 5ാമത്തെ വിജയ് സിസ്റ്റർ ലിഥി തോമസ്. പ്രിയ സിസ്റ്ററേയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ ഉത്സാഹത്തോടുകൂടി തന്നെ പങ്കെടുത്തു. പലപ്പോഴും വിജയിയാവുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 5 പേരെയാണ് പഴയ നിയമത്തിൽ നിന്നുള്ള വിജയികളായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 5 പേരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ദയവായിട്ട് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ നിങ്ങളൊന്ന്, വാട്സപ്പ് നമ്പറാണ്, ഹായ് ഇട്ടാൽ മതിയാവും. ഉടൻ തന്നെ നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുകയും ഇതിൻ്റെ വിവരങ്ങൾ കൂടുതൽ പറയുകയും ചെയ്യുന്നതാണ്.
എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പുതിയ ബൈബിൾ ക്വിസ് ദൈവം അനുവദിച്ചാൽ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ആ ബൈബിൾ ക്വിസിലും പങ്കെടുക്കുവാൻ തക്കോണം എല്ലാവരും ഉത്സാഹിക്കുക. വളരെ നല്ല ചോദ്യങ്ങൾ ചോദിക്കുവാൻ തക്കോണം ദൈവം സഹായിക്കേണ്ടതിനായി എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.